ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട ഒരുപാട് സിനിമകളുടെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതിൽ ഒന്ന് അല്ലു അർജുന നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന സിനിമയെക്കുറിച്ചുള്ള വമ്പൻ റിപ്പോർട്ടാണ്. അല്ലു അർജുന സിനിമയിൽ 5 നായകന്മാരുണ്ട് എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ അത് വലിയ രീതിയിൽ ചർച്ചകൾക്കിടയാക്കിയതാണ്. ഇന്നിപ്പോഴത്തെ അതിനേക്കാൾ വലിയ ചർച്ച സിനിമ നേരിടുത്തിരിക്കുന്നത് അല്ലു അർജുൻ സിനിമയിൽ 4 വേഷങ്ങളെ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടാണ്. ചിത്രത്തിൽ മുത്തശ്ശൻ കഥാപാത്രം, അച്ഛൻ കഥാപാത്രം, 2 മക്കൾ കഥാപാത്രങ്ങളെല്ലാം തന്നെ അല്ലു അർജുൻ തന്നെ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ അല്ലു അർജുൻ സിനിമയിൽ ഡബിൾ റോളിൽ എത്തിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ 4 റോളുകളെ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വിജയുടെ മെർസൽ റെക്കോർഡാണ് അല്ലു അർജുൻ തകർക്കുന്നത്. അറ്റ്ലീസ്റ്റ് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. തളപതി വിജയ നായകനായി എത്തുന്ന വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നേയുള്ള അവസാന തമിഴ് സിനിമ ജനനായകൻ എന്ന സിനിമ അടുത്ത വർഷം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴത്തെ പാക്കപ്പ് ആയിരിക്കുകയാണ്. വിജയുടെ സിനിമയിലെ രംഗങ്ങൾ കഴിഞ്ഞ മാസം തന്നെ പൂർത്തീകരിച്ചിരുന്നു. സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ 175 പരം ദിവസങ്ങൾ മാത്രം ബാക്കി. കത്തനാർ സീരീസ്, ആട് 3 എന്നീ സിനിമകളുടെ ഷൂട്ടിനിടയിൽ ജയസൂര്യയുടെ ഒരു ചെറിയ സിനിമയുടെ ഷൂട്ട് കൂടി മാസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു. അത് ജയസൂര്യ വിനായകൻ കോംബോയിലെത്തുന്ന മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് പ്രിൻസ് ജോയ് അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ചിത്രം ഇപ്പോഴത്തെ ബാക്കപ്പ് ആയിരിക്കുകയാണ്. ഈ വർഷം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കും. തരുൺ മൂർത്തിയുടെ തുടരും എന്ന സിനിമയുടെ ഇൻഡസ്ട്രേറ്റ് വിജയത്തിന് ശേഷം അടുത്തതായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ ടോർപേഡോ. ചിത്രത്തിൽ നെസ്ലൻ, ഫഹദ്, അർജുൻ ദാസ്, ഗണപതി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഭാഗമാണ്. എങ്കിൽ പോലും നെസ്ലൻ നായകനെത്തുന്ന സിനിമ എന്ന നിലയിലായിരുന്നു സിനിമയുടെ പ്രഖ്യാപന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പടർന്നത്. എന്നാൽ ഇപ്പോഴത്തെ സിനിമയിൽ 3 നായകന്മാരുണ്ട് എന്ന് സിനിമയുടെ നിർമ്മാതാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഫഹദും സിനിമയിലെ നായകന്മാരിൽ ഒരാൾ കൂടിയാണ് എന്നും ഒപ്പം തന്നെ ബംഗളൂരിലായിരിക്കും വരുന്ന ജനുവരി 10 സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുക എന്നും 100 ദിവസത്തെ ഷൂട്ട് ത്രില്ലർ സിനിമയ്ക്കുണ്ട് എന്നാണ് നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി നായകനെത്തുന്ന GSK എന്ന സിനിമയ്ക്ക് അങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുകയാണ്. UA 16+ സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. ചിത്രം വരുന്ന ജൂലൈ 18 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിലീസ് തീയതി ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ സംവിധായകന്റെ എഴുത്തഭിമുഖത്തിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ക്രൈം ഡ്രാമ സിനിമയാണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് സിനിമയുടെ സംവിധായകൻ കൺഫേം ചെയ്യുന്നുണ്ട്. ഇനി മിനുക്ക് പണികൾ മാത്രം ബാക്കിയുള്ള സിനിമയുടെ റിലീസ് തീയതി ഇനിയും നിശ്ചയിച്ചിട്ടില്ല എന്നും ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും കൂടി അദ്ദേഹം സൂചനകൾ നൽകുന്നു. കാത്തിരിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.